നമസ്കാരം, ഞാൻ ദിനേഷ് സൗപർണിക. നമ്മളൊരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഹാപ്പിനെസ് ഗാർഡനുമായി ബന്ധപ്പെട്ട്, ഹോർട്ടിക്കൾച്ചർ തെറാപ്പിയുമായി ബന്ധപ്പെട്ട് നമ്മളുടെ വീട്ടിലുള്ള സീനിയർ ആളുകളെ ഉൾക്കൊള്ളിച്ച് ഒരു പാട്ട് മത്സരം. മലയാളം, തമിഴ് സിനിമയിലെ കൃഷി, ചെടികൾ, പൂക്കൾ അല്ലെങ്കിൽ ഫലവൃക്ഷങ്ങൾ, കായ്ഫലങ്ങൾ, ഇതിൻ്റെ പേരിലൊക്കെ അറിയപ്പെടുന്ന അല്ലെങ്കിൽ ഉള്ള പാട്ടുകൾ പാടിയിട്ടോ എഴുതിയിട്ടോ അയക്കാൻ പറഞ്ഞൊരു മത്സരം നടത്തിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 260 ആളുകൾ ആ മത്സരത്തിൽ പങ്കെടുത്തു. പല ആളുകൾ കുറച്ച് പാട്ടുകളായിട്ടും കൂടുതൽ പാട്ടുകളായിട്ടും, ചിലർ പാടിയ വോയിസ് അയച്ചു തന്നിട്ടുണ്ട്, ചില ആളുകൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ആ മത്സരത്തിന്റെ ഫലപ്രഖ്യാപനമാണ് ഇന്ന് നടത്തുന്നത് കേട്ടോ. കുറച്ച് ആളുകളെ സോർട്ട് ചെയ്തിട്ട്, അതായത് നെറുക്കെടുത്തിട്ട് മാറ്റിവെച്ചു. കൂടുതൽ പാട്ട് എഴുതിയതും അതുപോലെ വോയിസ് അയച്ചു തന്ന ആളുകളെ സെലക്ട് ചെയ്തിട്ട് അതിന്നൊരു 8 ആളുകളെ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ 8 പേപ്പറുകളുണ്ട്. ഈ 8 പേപ്പറുകളും പേര്, ഫോൺ നമ്പർ മാത്രമേ പലതിലുള്ളൂ. അപ്പോൾ എന്തായാലും ഞാൻ അത് ഐഡന്റിഫൈ ചെയ്ത് പേര് എഴുതി നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മത്സരത്തിന്റെ മറ്റു കാര്യങ്ങൾ പറയാം. ഈ മത്സരത്തിൽ ഇപ്പം ഞാൻ 8 പേപ്പർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലെ ഒന്നാമത്തെ ഒരു നമ്പർ എനിക്ക് കിട്ടിയിട്ടുള്ളത് 9061 എന്നുള്ള പേരിലാണ്. ലാസ്റ്റ് 363 എന്ന്. ജിബി ജോസഫ് എറണാകുളം എന്ന് പറയുന്ന ആള് പാട്ട് എഴുതി അയച്ചു തന്നില്ല. ജിബി ജോസഫ്, നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. ജിബി ജോസഫ് എറണാകുളം ആണ് ഇതിൽ ഈ 8 ആളിൽ ഒരാളായിട്ട് വന്നിട്ടുള്ളത്. രണ്ടാമത്തത് ഷഹാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരാള്. അവരുടെ അവസാന ഫോൺ നമ്പറിന്റെ അവസാന അക്കം 166 എന്നാണ് കേട്ടോ. 166 എന്ന് പറയുന്ന അവസാന 3 അക്കാണ്. അതിൽ ഷഹാന എന്ന് പറയുന്ന ആളാണ് രണ്ടാമത് സെലക്ട് ആയിട്ടുള്ളത്. ഇനി മൂന്നാമത്തെ ആള് നോക്കാം. മൂന്നാമത്തെ ആള് വിമല സുരേന്ദ്രൻ എന്ന് പറഞ്ഞിട്ട് 738 എന്നാണ് അവരുടെ ഫോൺ നമ്പറിന്റെ അവസാനം. 738 വിമല സുരേന്ദ്രൻ. ഇനി അടുത്ത ആള് ആരാ നോക്കാം. നാലാമത്തെ വ്യക്തി ശ്രീദേവി ടീച്ചർ, കോട്ടക്കലുള്ള ശ്രീദേവി ടീച്ചറാണ്. ഇതിൽ ഫോൺ നമ്പർ എഴുതിയിട്ടില്ല. ശ്രീദേവി ടീച്ചർ, കോട്ടക്കൽ, മലപ്പുറം ഡിസ്ട്രിക്റ്റിലെ കോട്ടക്കൽ. പിന്നെ അടുത്ത ആള് 590 എന്ന് പറയുന്ന അവസാന നമ്പർ ഉള്ളതാണ്. 590 ജെസ്സി തോമസ്. പ്ലേസ് ഏതാണെന്ന് അറിയില്ല. ജെസ്സി തോമസ് 590 എന്ന് പറയുന്ന അവസാനത്തെ 3 അക്ക നമ്പറാണ് കേട്ടോ. അടുത്ത ആള് 710 എന്ന് പറയുന്ന അവസാന സംഖ്യ വരുന്ന 710. അക്ഷയ് എന്ന പേരിൽ, അക്ഷയ് പപ്പു എന്ന പേരിലാണ്. അതിൽ എനിക്ക് നല്ല പേരയച്ചു തന്നില്ല. അക്ഷയ് പപ്പു എന്ന പേരിൽ ലാസ്റ്റ് ഫോൺ നമ്പർ 710 എന്ന് പറയുന്ന നമ്പറാണ്. അതൊന്ന് നോക്കുക, അവസാന അക്കം. അടുത്ത ഒരാളെ തിരഞ്ഞെടുത്തത് 910 എന്ന് പറയുന്ന ഫോൺ നമ്പറാണ്, അവസാന നമ്പർ കേട്ടോ. ലാസ്റ്റത്തെ 3 അക്കം 910. ബീന ഷാ കോട്ടയം എന്ന് പറയുന്ന അവർ അയച്ചു തന്നിട്ടുള്ളതാണ് പാട്ടുകൾ. അടുത്തത് ലാസ്റ്റ് ഒന്ന് വന്നത് മിനി ജോൺസൺ 609 എന്ന് പറയുന്ന നമ്പർ, ലാസ്റ്റ് നമ്പർ 609 എന്ന് പറയുന്ന നമ്പറിലുള്ള മിനി ജോൺസൺ. ഇങ്ങനെ 8 ആളെയാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ടത് എന്താ അറിയോ? നമ്മളൊരു നല്ല വലിയ ഒരു അഡീനിയം, വേറെ ഞാൻ ഈ ചെടികളുമായി ബന്ധപ്പെട്ട് ഗ്രോ ബാഗ്, സാധനങ്ങൾ, വിത്ത് സമ്മാനം എന്ന് പറയുന്നു. അപ്പോൾ അതിന് പകരം ഞാൻ ചെയ്യുന്നത് ഒരു നല്ലൊരു കൊടുക്കാൻ ഉദ്ദേശിച്ച അഡീനിയത്തിൽ ഒരു നല്ല അഡീനിയാക്കി മാറ്റി കുറച്ച് പച്ചക്കറി വിത്തുകളും ഇതിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാണ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ കാണുക. ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഇതാണ്. നമ്മളുടെ വീട്ടിലുള്ള മുതിർന്ന ആളുകളുടെ ഹാപ്പിനെസ്, സന്തോഷത്തിന് വേണ്ടിയിട്ട് ആ വീട്ടിലെ കുട്ടികളും ചെറുപ്പക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവർ ഒരു അരമണിക്കൂറെങ്കിലും മുതിർന്ന ആളുകൾ, അപ്പൂപ്പനോ അമ്മൂമ്മയോ മുത്തശ്ശനോ മുത്തശ്ശിയോ വല്യുമ്മയോ വല്യുപ്പയോ മറ്റ് പ്രായം കൂടിയ ആളുകൾ വീട്ടിലുണ്ടെങ്കിൽ അവരെടുത്ത് പോയിരുന്ന് ഈ സിനിമയുടെ ഇങ്ങനെ ഒരു മത്സരമുണ്ട്, ഒരു പാട്ട്, ഇപ്പോൾ ചെമ്പരത്തി അല്ലെങ്കിൽ തെച്ചി പിച്ചകം എന്നൊക്കെ പറഞ്ഞിട്ട് അവരോട് ഇങ്ങനെ ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞു തരുമെന്ന് വെച്ചാൽ അവരത് പാടിത്തരുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആനന്ദം അത് നിങ്ങൾ കാണേണ്ടത് തന്നെയാണ്. ഇത് കുറേ ആളുകൾ ഫോൺ ചെയ്തിട്ട് ഈ മത്സരത്തെ പറ്റിയിട്ടൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ വളരെ സന്തോഷം അവർ പ്രകടിപ്പിക്കാറുണ്ട്. അങ്ങനെ ഒരു 8 ആളുടെ പേര് സെലക്ട് ചെയ്തു. ഈ 8 ആളുടെ പേരും ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ വായിച്ചു. ഈ വീഡിയോയ്ക്ക് താഴെ നിങ്ങൾ ഓരോരുത്തരും ഈ മത്സരത്തിൽ സെലക്ട് ചെയ്യപ്പെട്ട 8 ആളും കമൻറ്റ് ചെയ്യണം.
എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കമന്റിന് താഴെ, ഈ വീഡിയോയിൽ നിങ്ങളിട്ട കമന്റിന്റെ താഴെ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ട്, നിങ്ങളുടെ ബന്ധുക്കളെ കൊണ്ട് മാക്സിമം നിങ്ങൾ അതിനുള്ള കമന്റ് ഇടിപ്പിക്കുക. ശ്രദ്ധിക്കുക, ഈ വീഡിയോയ്ക്ക് താഴെ എല്ലാവരോടും കമന്റ് ഇടാനല്ല പറയുന്നത്. ഈ വീഡിയോയ്ക്ക് താഴെ ഇതിൽ സമ്മാനം സെലക്ട് ചെയ്യപ്പെട്ട 8 ആളും നിർബന്ധമായും കമന്റ് രേഖപ്പെടുത്തുക. കമന്റ് രേഖപ്പെടുത്തി നിങ്ങൾ ഓരോരുത്തരിട്ട കമന്റിന്റെ താഴെ, അപ്പോൾ മിനി ജോൺസൺ എന്ന് പറയുന്ന ആളിട്ട കമന്റിന് താഴെ അവരുടെ റിലേറ്റീവ്സ്, മറ്ററിയുന്ന ആളുകൾ, സുഹൃത്തുക്കൾ എല്ലാവരെ കൊണ്ടും കമന്റ് ചെയ്യുക. നിങ്ങളുടെ കമന്റിന് താഴെയാണ് നിങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടും ബന്ധുക്കളെ കൊണ്ടും കമന്റ് ചെയ്യിപ്പിക്കേണ്ടത്. അങ്ങനെ കമന്റ് മാക്സിമം കമന്റ് രേഖപ്പെടുത്തുക. 20-ാം തീയതി, നവംബർ 20-ാം തീയതി ഇതിൻ്റെ ഫലപ്രഖ്യാപനം ഉണ്ടാവും. അതിൽ മാക്സിമം കമന്റ് ചെയ്ത ഒരാളുടെ നിന്നും തിരഞ്ഞെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള മത്സരങ്ങളിലും നിങ്ങൾ എല്ലാവരും പങ്കെടുക്കുക. ഈ പ്രോഗ്രാം നിങ്ങളുടെ വീട്ടിലുള്ള സീനിയർ സിറ്റിസൺ ആളുകൾക്ക് ഊർജ്ജം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഒരു അവാർഡ് കിട്ടിയതിന് തുല്യമാണ്. വളരെ സന്തോഷം. ഇനിയും കൂടുതൽ മത്സരങ്ങളിൽ പങ്കെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുക. താങ്ക്